അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾ ടെസ്റ്റുകളിലും പരീക്ഷകളിലും വിജയിക്കും. സ്നേഹശീലം, ഉത്തരവാദിത്വബോധം എന്നിവ പ്രകടിപ്പിക്കും. മത്സര വിജയം ഉണ്ടാകും. അധികാരം പ്രയോഗിക്കുന്നതായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. തൊഴിലിൽ മേന്മകൾ ഉണ്ടാകും. പൊതുരംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ഈശ്വരപ്രീതികരങ്ങളായ കാര്യങ്ങൾ അനുഷ്ഠിക്കും. മേലധികാരികളോട് ബഹുമാനം കാണിക്കും. ബിസിനസ്സിൽ നേട്ടം കൈവരിക്കും. ശത്രുജയമുണ്ടാകും. അനുകൂല വിവാഹബന്ധം വന്നുചേരും. അടുത്ത രോഹിണി നക്ഷത്രമാണ്. പ്രവർത്തന ശൈലിയിൽ കാലോചിത മാറ്റങ്ങൾ വരുത്തും. ധനത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. സമാധാനവും സന്തോഷവും അനുഭവപ്പെടും. തൊഴിൽ മുഖേന നേട്ടം. അടുത്ത മകീര നക്ഷത്രമാണ്. മാതാപിതാക്കളെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കും. ആരോഗ്യപരിപാലനം, കലാബോധം, സംഗീത താല്പര്യം, എല്ലാ ഭാഗത്തു നിന്നും സഹായം ലഭിക്കുക എന്നിവ അനുഭവത്തിൽ വരാം. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. അനുഭവപ്പെട്ടിരുന്ന സാമ്പത്തിക മാന്ദ്യം മാറിക്കിട്ടും. അനുകൂലമായ സ്ഥലമാറ്റമുണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നുചേരും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. സ്വജനവിരോധവും അപമാനവും മനക്ലേശവും തടസ്സങ്ങളും സ്ത്രീകളുമായി കലഹങ്ങളും ലഹരിയുടെ ഉപയോഗവും ഇന്നത്തെ ദിവസം അനുഭവത്തിൽ വരും. അടുത്തത് പൂയം നക്ഷത്രമാണ്. കടബാധ്യത വർദ്ധിക്കുവാനും ധനനഷ്ടങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. പരാജയഭീതി, യാത്രയിൽ ക്ലേശങ്ങൾ, ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ ബുദ്ധിമുട്ട് എന്നിവ അനുഭവത്തിൽ വരും. അടുത്ത ആയില്യം നക്ഷത്രമാണ്. വരവിനേക്കാൾ കൂടുതൽ ചെലവ് വന്നു ചേരും. വ്യവസായ തർക്കങ്ങൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട്. ആത്മീയതയും ദൈവാധീനവും കുറവായിരിക്കും. എതിർപ്പുകളെ നേരിടേണ്ടി വരും. ദുർവാശി ഒഴിവാക്കുക. അടുത്തത് മകം നക്ഷത്രമാണ്. സ്വന്തം ഭവനം വിട്ട് താമസിക്കുവാൻ ഇടവരും. കൂട്ടുകെട്ടോ കൊടുക്കൽ വാങ്ങലോ പാടില്ല. ശത്രുവർദ്ധനമുണ്ടാകും. അനിയന്ത്രിതമായ ചിലവുകൾ വന്നു ചേരും. പരാശ്രയശീലം, പ്രതികൂലമായ പരിതസ്ഥിതികൾ എന്നിവ അനുഭവത്തിൽ വരാം. അടുത്തത് പൂരം നക്ഷത്രമാണ്. വിശ്വാസവഞ്ചനയ്ക്ക് മാത്രമാകാതെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതെ ഇരിക്കുക. അപായപ്പെടുത്തുവാൻ മറ്റുള്ളവർ ശ്രമിച്ചേക്കാം. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ധനം നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കൃഷിയിൽ നിന്നും ധനലാഭം ഉണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കുവാൻ താല്പര്യം കാണിക്കും. ശരീരസുഖം വന്നുചേരും. ജീവിതം വഴിവിട്ടു പോകാതെ ശ്രദ്ധിക്കുക. അടുത്തത് അത്തം നക്ഷത്രമാണ്. തൊഴിൽ ലാഭം തന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും മാർഗദർശിയാകും. എല്ലായ്പ്പോഴും ഉല്ലാസവാനായി കാണപ്പെടും. തികഞ്ഞ ബുദ്ധി പ്രകടിപ്പിക്കും. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. കലാകാരന്മാർക്ക് അനുകൂല സമയം. സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനമാനങ്ങൾ. വിദേശത്തു നിന്നും ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ ഇടവരും. ഉദ്യോഗത്തിൽ കൂടി അധിക വരുമാനം ലഭിക്കും. സ്വന്തം പ്രവൃത്തികൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. അടുത്ത ചോദ്യ നക്ഷത്രമാണ്. ഒരേ സമയം വിവിധ തരത്തിലുള്ള സംഗതികളിൽ ഏർപ്പെടും. ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ദിവസം. അടുത്ത വിശാഖം നക്ഷത്രമാണ്. നേതൃത്വ ഗുണം വന്നുചേരും. ലളിതകലകൾ, സാഹിത്യം എന്നിവയിൽ കഴിവ് പ്രകടിപ്പിക്കും. കലാകാരന്മാർക്ക് മികച്ച ദിവസം. സ്ത്രീകൾ മൂലം ഗുണം. ബന്ധുക്കൾ സ്നേഹത്തോടുകൂടി പെരുമാറും. അടുത്ത അനിഴം നക്ഷത്രമാണ്. ജനപ്രീതിയും വിശേഷാഭരണ വസ്ത്രലാഭവും. ഉദ്യോഗസ്ഥന്മാർക്ക് സർവകാര്യ വിജയവും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടവും. ധനപരമായി മികച്ച ദിവസവുമായിരിക്കും ഇന്നത്തെ ദിവസം. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും. സന്താനവർദ്ധനവിന് സാധ്യത. സർക്കാർ ജീവനക്കാർക്ക് ധനലാഭം. അതുപോലെ തന്നെ ആകർഷകത്വം, സത്യസന്ധത, ഈശ്വരാധീനം എന്നിവയും കൂടെ ഉണ്ടാകും. അടുത്തത് മൂലം നക്ഷത്രമാണ്. ബഹുമാനവും സ്ഥാനമാനാദി ലാഭവും ദാമ്പത്യ സൗഖ്യവും വന്നുചേരും. അന്യദേശത്തുള്ളവർക്ക് ഗുണകരമായ ദിവസം. തൊഴിലിൽ അധികാരപ്രാപ്തി. വശ്യമായി സംസാരിക്കുവാനും സാധിക്കും. രോഗശാന്തി കൈവരും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് കാര്യവിജയം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം. സുഹൃത്തുക്കളെ സഹായിക്കുവാനാകും. വാക്കുപാലിക്കുവാൻ സാധിക്കുകയില്ല. ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉപദ്രവങ്ങൾക്ക് സാധ്യത. അടുത്ത ഉത്രാടം നക്ഷത്രമാണ്. സ്ത്രീകൾ മൂലം അപഖ്യാതി കേൾക്കുവാൻ ഇടയുണ്ട്.
വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാം. വ്യവഹാര പരാജയം, കലഹം, ദേഷ്യം എന്നിവ നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. വീട് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു ചേരും. അടുത്ത തിരുവോണ നക്ഷത്രമാണ്. രോഗങ്ങൾ കാരണം പൊറുതിമുട്ടും. സ്വന്തം മണ്ടത്തരങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റം പറയും. ജീവിത വിജയത്തിന് കഠിനമായി പരിശ്രമം വേണ്ടിവരും. മറ്റുള്ളവരുടെ സ്വകാര്യ രഹസ്യങ്ങൾ പരസ്യമാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അവിട്ട നക്ഷത്രമാണ്. കച്ചവടത്തിൽ പ്രതിസന്ധി. കരുതലോടെ പ്രവർത്തിക്കണം. തീരുമാനങ്ങൾ കൂടെ മാറ്റുന്നതിന് യാതൊരു മടിയും കാണിക്കുകയില്ല. സംഗതികളൊക്കെ പ്രായോഗികമാക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടും. ശത്രുദോഷമുണ്ടാകും. പലതും നഷ്ടത്തിൽ കലാശിക്കും. അടുത്ത ചതയം നക്ഷത്രമാണ്. സുഖാനുഭവങ്ങൾ വന്നു ചേരും. ഇഷ്ടഭക്ഷണ ലബ്ധി. മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകും. ഉദ്യോഗത്തിൽ നിന്നും നേട്ടങ്ങൾ, സുഖാനുഭവങ്ങൾ, ഉയർച്ചയും പുത്തനുണർവും വന്നു ചേരും. മാതൃഗുണം അനുഭവത്തിൽ വരും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. കർമ്മരംഗം ഉഷാറാകും. ബന്ധുഫലം വർദ്ധിക്കും. ദാമ്പത്യ സുഖം അനുഭവത്തിൽ വരും. ആഗ്രഹങ്ങൾ സഫലമാകും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും. സൽസന്താന യോഗം കാണുന്നുണ്ട്. സ്നേഹബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. ദാമ്പത്യ ജീവിതം സമാധാനപൂർണ്ണമാകും. കലാരംഗത്ത് പുതിയ കൂടിച്ചേരലുകൾ ഉണ്ടാകും. അംഗീകാരവും സ്ഥാനമാനങ്ങളും ലഭിക്കും. ആഗ്രഹ സാഫല്യം വന്നു ചേരും. കുടുംബപരമായ ബാധ്യതകൾ തീർക്കുവാനാകും. കുടുംബത്തിൽ പൊതുവിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. പ്രണയത്തിന് കുടുംബത്തിൽ നിന്നും അനുകൂലമായ നിലപാട് വന്നു ചേരും. ഇൻ്റർവ്യൂകളിൽ വിജയിക്കുവാൻ സാധിക്കും. ദാനകർമ്മങ്ങൾ നടത്തും. ഉല്ലാസവാനായി കാണപ്പെടും. ശുഭാപ്തി വിശ്വാസം പ്രകടമാക്കും. സരസമായി സംസാരിക്കുവാൻ ആകും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്നിവ കമൻ്റായി വീഡിയോയുടെ ചുവടെ രേഖപ്പെടുത്തുക. ദിവസവും രാവിലെ 11 മണിക്ക് 27 നക്ഷത്രങ്ങളുടെയും വിശദമായ ഫലം എല്ലാ ദിവസവും ഈ ചാനലിൽ കാണുവാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.